وَمِمَّنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ سَنُعَذِّبُهُم مَّرَّتَيْنِ ثُمَّ يُرَدُّونَ إِلَى عَذَابٍ عَظِيمٍ. നിങ്ങളുടെ പരിസരവാസികളായ ബദവികളിൽ വളരെ പേർ കപടന്മാരാകുന്നു. മദീനാവാസികളിൽ തന്നെയും കപടന്മാരുണ്ട്. അവർ കാപട്യത്തിൽ ഉറച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവരെ അറിഞ്ഞുകൂടാ. നാം അറിയുന്നുണ്ട്. നാം അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുന്ന സന്ദർഭം അടുത്തിരിക്കുന്നു. പിന്നീട് അവർ കൂടുതൽ ഭയങ്കര ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാകുന്നു. കാപട്യം മറച്ചുവെക്കാൻ അതീവ സമർത്ഥന്മാരാണ് മദീനയിലും പരിസരത്തുമുള്ള കപടന്മാർ. ആളുകളെ മനസ്സിലാക്കാൻ അസാമാന്യ സാമർഥ്യമുണ്ടായിരുന്ന തിരുമേനിക്ക് പോലും ഇക്കൂട്ടരിൽ ചിലരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കപടന്മാർക്കുള്ള ഇരട്ട ശിക്ഷ കൊണ്ടുദ്ദേശം ഇതാണ്: ഏതൊരു സുഖാസക്തിയാൽ ആത്മാർത്ഥമായ വിശ്വാസം കൈയൊഴിച്ച് കാപട്യം കൈക്കൊണ്ടുപോകും, ആ ഐഹിക സുഖം അവർക്ക് നഷ്ടപ്പെടും. പണവും പദവിയും പ്രതാപവുമല്ല, ഹീനതയും പരാജയവുമാണ് അവർ നേടുക. മറുവശത്ത് അവർ പരാജയപ്പെട്ടു കാണാൻ ആഗ്രഹിക്കുകയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രസ്ഥാനം അവരുടെ ആഗ്രഹങ്ങളെയും ശ്രമങ്ങളെയും വെല്ലുവിളിച്ച് വിജയം വരിക്കുകയും ചെയ്യും. وَآخَرُونَ اعْتَرَفُوا بِذُنُوبِهِمْ خَلَطُوا عَمَلًا صَالِحًا وَآخَرَ سَيِّئًا عَسَى اللَّهُ أَن يَتُوبَ عَلَيْهِمْ إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു വേറെ ചിലരുണ്ട്. അവരുടെ കർമ്മങ്ങൾ കൂടിക്കലർന്നതാകുന്നു. ചിലത് നന്മയും ചിലത് തിന്മയും. അല്ലാഹു അവരോട് ദയവുള്ളവനായേക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമാകുന്നു. خُذْ مِنْ أَمْوَالِهِمْ صَدَقَةً تُطَهِّرُهُمْ وَتُزَكِّيهِمْ بِهَا وَصَلِّ عَلَيْهِمْ إِنَّ صَلَاتَكَ سَكَنٌ لَهُمْ وَاللَّهُ سَمِيعٌ عَلِيمٌ. പ്രവാചക, താങ്കൾ അവരുടെ സമ്പത്തിൽ നിന്ന് ധർമ്മം വസൂൽ ചെയ്ത് അവരെ ശുദ്ധീകരിക്കുകയും നന്മയുടെ മാർഗത്തിൽ വളർത്തുകയും ചെയ്യുക. അവർക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. താങ്കളുടെ പ്രാർത്ഥന അവർക്ക് മനഃശാന്തി നൽകുന്നതാകുന്നു. അല്ലാഹു സകലതും കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. أَلَمْ يَعْلَمُوا أَنَّ اللَّهَ هُوَ يَقْبَلُ التَّوْبَةَ عَنْ عِبَادِهِ وَيَأْخُذُ الصَّدَقَاتِ وَأَنَّ اللَّهَ هُوَ التَّوَّابُ الرَّحِيمُ. തന്റെ ദാസന്മാരുടെ പശ്ചാത്താപം അംഗീകരിക്കുന്നതും ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതും അല്ലാഹുവാണെന്നും അവൻ വളരെ മാപ്പരുളുന്നവനും ദയാപരനുമാണെന്നും ഈ ജനത്തിനറിഞ്ഞുകൂടെ? وَقُلِ اعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ وَسَتُرَدُّونَ إِلَى عَالِمِ الْغَيْبِ وَالشَّهَادَةِ فَيُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. പ്രവാചകൻ ഈ ജനത്തോട് പറയുക: നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവിൻ. നിങ്ങളുടെ പ്രവർത്തനം ഇനി എങ്ങനെയിരിക്കുമെന്ന് അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളൊക്കെയും കാണുന്നതാകുന്നു. പിന്നീട് നിങ്ങൾ ഒളിഞ്ഞതും തെളിഞ്ഞതുമെല്ലാം അറിയുന്ന അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നുവെന്ന് അപ്പോൾ അവൻ പറഞ്ഞുതരും. കപടവിശ്വാസിയും പാപിയായ സത്യവിശ്വാസിയും തമ്മിലുള്ള അന്തരമാണ് ഈ സൂക്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വാസിയെന്ന് വാദിക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവോടും ദീനിനോടും വിശ്വാസികളുടെ സംഘടനയോടും കൂറില്ലാത്തവനാണെങ്കിൽ ആ കൂറില്ലായ്മ തെളിയുമ്പോൾ അവന്റെ നേരെ കർക്കശ നയം കൈക്കൊള്ളുന്നതാണ്. അവൻ ദൈവമാർഗത്തിൽ വല്ലതും ദാനം ചെയ്താൽ നിരസിക്കപ്പെടും. മരിച്ചാൽ അവനുവേണ്ടി മുസ്ലിങ്ങൾ മയ്യത്ത് നമസ്കരിക്കുകയോ മഗ്ഫിറത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഇല്ല.
അവനൊരു സത്യവിശ്വാസിയുടെ പിതാവോ സഹോദരനോ ആണെങ്കിൽ പോലും. ഒരു സത്യവിശ്വാസിയിൽ നിന്നാണ് കുറ്റകരമായ വല്ലതും സംഭവിച്ചു പോയതെങ്കിൽ തെറ്റ് സമ്മതിക്കുന്ന പക്ഷം മാപ്പ് നൽകപ്പെടും. അയാളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയും അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ കുറ്റകരമായ കർമ്മനയം പ്രകടമായി കഴിഞ്ഞിട്ടും ഒരുവൻ കപടവിശ്വാസിയല്ല, പാപം ചെയ്തു പോയ സത്യവിശ്വാസിയാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നേരത്തെ ഓതിവെച്ച സൂക്തങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ 3 മാനദണ്ഡങ്ങളാണ് അതിനുള്ളത്. 1. അയാൾ തന്റെ തെറ്റിന് വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും ഒഴികഴിവുകളും സമർപ്പിക്കുകയില്ല. സംഭവിച്ചുപോയ തെറ്റ് നേരാംവണ്ണം തുറന്നു സമ്മതിക്കും. 2. അയാൾ കൂറില്ലായ്മയുടെ പതിവ് കുറ്റവാളിയാണോ എന്ന് പൂർവകാല ജീവിതം മുമ്പിൽ വെച്ച് പരിശോധിക്കും. ഇതുവരെ അയാൾ സംഘടനയിലെ ഒരു നല്ല അംഗമാണെന്ന് കരുതുക. അയാളുടെ ഭൂതകാല ജീവിതത്തിൽ ആത്മാർത്ഥ സേവനത്തിന്റെയും അർപ്പണത്തിന്റെയും സദ്വൃത്തികളിലേക്കുള്ള മുന്നേറ്റത്തിന്റെയും നല്ല റെക്കോർഡ് സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് സംഭവിച്ച വീഴ്ച ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും അഭാവം കൊണ്ടല്ല, മറിച്ച് താൽക്കാലികമായ ഒരു ദൗർബല്യം കൊണ്ട് മാത്രമാണെന്ന് ഗണിക്കപ്പെടുന്നതാണ്. 3. അയാളുടെ കുറ്റസമ്മതം വാക്കാൽ മാത്രമാണോ അതല്ല ഉള്ളിൽ തട്ടിയ പശ്ചാത്താപ ബോധം കൊണ്ടാണോ എന്ന് അയാളുടെ ഭാവി ജീവിതം വീക്ഷിച്ച് മനസ്സിലാക്കും. തെറ്റുതിരുത്താൻ അക്ഷമനാണെന്നും ജീവിതത്തിൽ പ്രകടമായ വിശ്വാസ ദൗർബല്യം ദൂരീകരിക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ടെന്നും ബോധ്യപ്പെടുന്ന പക്ഷം പശ്ചാത്താപം യഥാർത്ഥമാണെന്ന് ഗണിക്കും. അതിനെ വിശ്വാസത്തിനും കൂറിനും തെളിവായി അംഗീകരിക്കുകയും ചെയ്യും. ഈ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലമായി ഹദീസ് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഈ ആശയം നല്ല പോലെ വ്യക്തമാവുന്നുണ്ട്. അബൂ ലുബാബ ബിൻ അബ്ദുൽ മുൻദിറിന്റെയും കൂട്ടുകാരായ 6 പേരുടെയും പ്രശ്നത്തിലാണ് ഇത് അവതരിച്ചതെന്ന് അവർ പറയുന്നു. ഹിജ്റയ്ക്ക് മുമ്പ് അഖബ ഉടമ്പടി വേളയിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു അബൂ ലുബാബ. അനന്തരം ബദറിലും ഉഹദിലും മറ്റ് യുദ്ധങ്ങളിലും അദ്ദേഹം മുടങ്ങാതെ പങ്കെടുത്തു. എന്നാൽ അദ്ദേഹം തബൂക്ക് യുദ്ധഘട്ടത്തിൽ മനോദൗർബല്യത്തിനടിപ്പെട്ട് ന്യായമായ പ്രതിബന്ധമൊന്നുമില്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണുണ്ടായത്. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അവർ ദൗർബല്യത്തിനിരയായി എന്നു മാത്രം. നബി തിരുമേനി തബൂക്കിൽ നിന്ന് മടങ്ങിവരികയും യുദ്ധത്തിന് പോകാതിരുന്നവരെക്കുറിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിലപാടെന്തെന്ന് വ്യക്തമാവുകയും ചെയ്തപ്പോൾ ഇവർക്ക് തീവ്രമായ ഖേദം തോന്നി. അന്വേഷണത്തിനും വിചാരണയ്ക്കും മുമ്പ് തന്നെ ഇവർ സ്വശരീരങ്ങളെ തൂണുകളിൽ ബന്ധിച്ചു മരണം വരെ അല്ലെങ്കിൽ മാപ്പ് ലഭിക്കുന്നതുവരെ അന്നപാനീയങ്ങൾ സ്വയം നിഷിദ്ധമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് നാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വയം ബന്ധിതരായ ഇവർ ബോധം കെട്ടു വീണു. ഒടുവിൽ അള്ളാഹുവും റസൂലും അവർക്ക് മാപ്പ് നൽകിയ വാർത്തയറിഞ്ഞപ്പോൾ തിരുമേനിയുടെ സന്നിധിയിൽ അവർ ബോധിപ്പിച്ചു, കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിച്ച ഞങ്ങളുടെ ഭവനങ്ങളും മുഴുസ്വത്തുക്കളും ഞങ്ങളിതാ ദൈവമാർഗത്തിൽ ദാനം ചെയ്യുന്നു. ഇതും ഞങ്ങളുടെ പശ്ചാത്താപത്തിന്റെ ഭാഗമാണ്. എന്നാൽ മുഴുവൻ സ്വത്തും വേണ്ടതില്ലെന്നും 1/3 മതിയെന്നും തിരുമേനി പ്രതിവചിച്ചു. അപ്പോൾ തന്നെ അവരത് ദൈവമാർഗത്തിൽ അർപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിങ്കൽ ഏതു തരത്തിലുള്ള വിശ്വാസ ദൗർബല്യമാണ് മാപ്പിനർഹമാവുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കി തരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടവർ കൂറില്ലാത്ത സ്ഥിരം കുറ്റവാളികളായിരുന്നില്ല. അവരുടെ പൂർവകാല ജീവിതം നിഷ്കളങ്ക വിശ്വാസത്തിന്റെ നിദർശനമായിരുന്നു. അവരാരും ഒഴികഴിവുകൾ പടച്ചുണ്ടാക്കിയില്ല. തെറ്റ് തെറ്റായി സമ്മതിക്കുകയാണുണ്ടായത്. കുറ്റസമ്മതത്തോടൊപ്പം സ്വന്തം കർമ്മനയത്തിലൂടെ തങ്ങളുടെ തീവ്രമായ ഖേദവും പശ്ചാത്താപബോധവും തെളിയിക്കുകയും ചെയ്തു. ഈ വിഷയകമായി ശ്രദ്ധേയമായ മറ്റൊരു തത്വവും ഈ സൂക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. പാപമോചനത്തിന് മനസാവാച പശ്ചാത്തപിക്കുന്നതോടൊപ്പം കർമ്മപരമായ പശ്ചാത്താപവും വേണ്ടതാണ്. ദൈവമാർഗത്തിലുള്ള ധനവ്യയമാണ് അതിന്റെ ഒരു രൂപം. പാപത്തിന് പ്രേരകമായി മനസ്സിൽ വളർന്നുകൊണ്ടിരുന്ന മാലിന്യം തന്മൂലം നീങ്ങിപ്പോവുകയും നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള സന്നദ്ധത ശക്തിപ്പെടുകയും ചെയ്യുന്നു. കുറ്റം ചെയ്തു പോയ ശേഷം അത് സമ്മതിക്കുന്നത് ചളിക്കുണ്ടിൽ വീണ മനുഷ്യൻ സ്വയം അത് മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. കുറ്റവൃത്തിയിൽ ലജ്ജയും ഖേദവും തോന്നുന്നതാവട്ടെ വൃത്തിഹീനമായ സ്ഥലത്തുനിന്ന് കരകയറാനുള്ള വ്യഗ്രതയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് നന്മകളും ദാനധർമ്മങ്ങളും കൊണ്ട് പാപപരിഹാരത്തിന് ശ്രമിക്കുന്നത് ചളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കൈകാലുകളിട്ടടിക്കുന്നത് പോലെയുമാണ്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നുവെന്ന് അപ്പോൾ അവൻ പറഞ്ഞു തരും എന്ന വാക്യത്തിന്റെ സാരം എല്ലാ രഹസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്.
അതിനാൽ ഒരാൾ ഇഹലോകത്ത് കാപട്യം മറച്ചുപിടിക്കുന്നതിൽ വിജയിച്ചുവെന്നിരിക്കട്ടെ, ഈമാനും ഇഖ്ലാസും ഉരച്ചു നോക്കുന്നതിനുള്ള ബാഹ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം അയാളുടെ നിലപാട് ശരിയാണെന്ന് തോന്നിക്കൊള്ളട്ടെ. അതുകൊണ്ടൊന്നും കാപട്യത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ടതില്ല. وآخرون مرجون لأمر الله إما يعذبهم وإما يتوب عليهم والله عليم حكيم. അള്ളാഹുവിന്റെ തീരുമാനത്തിനു വേണ്ടി പ്രശ്നം നീട്ടിവെക്കപ്പെട്ട മറ്റൊരു വിഭാഗമുണ്ട്. ഒന്നുകിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കും, അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഇപ്പറഞ്ഞവരുടെ നിലപാട് സംശയാസ്പദമായിരുന്നു. കപടവിശ്വാസികളെന്നോ തെറ്റ് ചെയ്തു പോയ സത്യവിശ്വാസികളെന്നോ ഇവരെക്കുറിച്ച് വിധി കൽപ്പിക്കുക എളുപ്പമായിരുന്നില്ല. ആ രണ്ട് കാര്യങ്ങളുടെയും ലക്ഷണങ്ങൾ ഇവരിൽ ഉരുത്തിരിഞ്ഞു കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അള്ളാഹു അവരുടെ കാര്യം നീട്ടിവെച്ചു. അള്ളാഹുവിങ്കൽ അവരുടെ നിലപാട് സംശയാസ്പദമായിരുന്നു എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് മുസ്ലിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ മാത്രം വസ്തുതകൾ വ്യക്തമായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ്. ഒരു വ്യക്തിയെയോ വിഭാഗത്തെയോ സംബന്ധിച്ച് സമുദായം തങ്ങളുടെ നിലപാട് ഖണ്ഡിതമായി നിർണയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അദൃശ്യജ്ഞാനത്തിലൂടെയല്ലാതെ മനുഷ്യയുക്തിക്കും ബോധത്തിനും ഗ്രാഹ്യമാകുന്ന തെളിവുകൾ ഇവരുടെ കാര്യത്തിൽ സ്ഥാപിതമായിട്ടില്ല എന്നർത്ഥം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وَلَيَحْلِفُنَّ إِنْ أَرَدْنَا إِلَّا الْحُسْنَى وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ. വേറെ ചിലർ ഇങ്ങനെയുമുണ്ട്. സത്യപ്രബോധനത്തിന് ദോഷം വരുത്താനും അള്ളാഹുവിൽ അടിമപ്പെടുന്നതിന് പകരം ധിക്കരിക്കാനും സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനും നേരത്തെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്തിട്ടുള്ളവന് ഒളിസങ്കേതം ഒരുക്കാനുമായി അവർ ഒരു പള്ളി നിർമ്മിച്ചു. നന്മയല്ലാതെ മറ്റൊന്നും തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവർ സത്യം ചെയ്യുന്നു. എന്നാൽ തികച്ചും വ്യാജന്മാരാണവരെന്നതിന് അള്ളാഹു സാക്ഷിയാകുന്നു. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. നീ ഒരിക്കലും ആ കെട്ടിടത്തിൽ നമസ്കരിക്കരുത്. തുടക്കം മുതലേ ദൈവഭക്തിയുടെ അസ്ഥിവാരത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് താങ്കൾക്ക് ദൈവാരാധനയ്ക്ക് വേണ്ടി നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായത്. പരിശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിലാണുള്ളത്. വിശുദ്ധി കൈക്കൊള്ളുന്ന ജനങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നബി തിരുമേനിയുടെ മദീന പ്രവേശനത്തിനു മുമ്പ് ഖസ്റജ് ഗോത്രത്തിൽ അബൂ ആമിർ എന്നു പേരായ ഒരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. ജാഹിലി കാലത്തെ വേദപണ്ഡിത ഗണത്തിൽ ഇദ്ദേഹം എണ്ണപ്പെട്ടിരുന്നു. വേദപണ്ഡിതനെന്ന ബഹുമതിക്കൊപ്പം പൗരോഹിത്യത്തിന്റെ ആധ്യാത്മിക പരിവേഷവും മദീനയിലും പരിസരങ്ങളിലുമുള്ള പാമരജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അബൂ ആമിറിന്റെ ആധ്യാത്മിക വിപണി സജീവമായിരുന്ന ഘട്ടത്തിലായിരുന്നു നബി തിരുമേനി മദീനയിലാഗതനായത്. എന്നാൽ പാണ്ഡിത്യവും പൗരോഹിത്യവും സത്യം കണ്ടെത്താൻ സഹായിക്കുന്നതിനു പകരം അദ്ദേഹത്തിന് കനത്ത പ്രതിബന്ധമായി തീരുകയാണുണ്ടായത്. അതുകാരണം തിരുമേനിയുടെ ആഗമനത്തെ തുടർന്ന് സത്യവിശ്വാസിയാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചില്ല എന്നു മാത്രമല്ല, തന്റെ പൗരോഹിത്യത്തിന്റെയും മതക്കച്ചവടത്തിന്റെയും ശത്രുവായി കണ്ട് തിരുമേനിയെ എതിർക്കാൻ കച്ചകെട്ടിയിറങ്ങുകയും ചെയ്തു. ഖുറൈശികളുടെ ശക്തി കൊണ്ടുതന്നെ ഇസ്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്നായിരുന്നു 2 വർഷത്തോളം അയാൾ പ്രതീക്ഷിച്ചു പോന്നത്. പക്ഷേ ബദറിൽ ഖുറൈശികൾ ദയനീയമായി പരാജയമടഞ്ഞതോടെ അയാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതേ വർഷം മദീനയിൽ നിന്ന് പുറത്തുപോയി.
ഖുറൈശികളിലും ഇതര അറബി ഗോത്രങ്ങളിലും ഇസ്ലാമിനെതിരെ ശക്തമായ പ്രചാരണം ആരംഭിച്ചു. ഉഹുദ് യുദ്ധത്തിന് മുൻകൈയെടുത്തവരുടെ മുൻപന്തിയിൽ അബൂ ആമിറുമുണ്ടായിരുന്നു. ഉഹുദ് പോർക്കളത്തിൽ കള്ളക്കുഴികൾ ഉണ്ടാക്കിയതിന്റെ സൂത്രധാരൻ ഇയാളായിരുന്നുവത്രേ. അതിലൊന്നിൽ വീണ് നബി തിരുമേനിക്ക് മുറിവ് പറ്റുകയുണ്ടായല്ലോ. അഹ്സാബ് യുദ്ധത്തിൽ നാനാഭാഗത്തു നിന്നും മദീനയുടെ നേരെ ഇരമ്പി വന്ന സേനാവ്യൂഹങ്ങളെ ഇളക്കിവിട്ടതിലും ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ പ്രകടമായിരുന്നു. തുടർന്ന് ഹുനൈൻ യുദ്ധം വരെ മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിലുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഈ ക്രിസ്തീയ ദിവ്യൻ ഇസ്ലാമിനെതിരിൽ വിഗ്രഹപൂജകരുടെ സജീവ സഹകാരിയായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു അറേബ്യൻ ശക്തിക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ നിരാശനായ അബൂ ആമിർ ഒടുവിൽ അറേബ്യ വിട്ട് റോമിലേക്ക് തിരിഞ്ഞു. അറേബ്യയിൽ തലപൊക്കിയ അപകടത്തെക്കുറിച്ച് സീസറിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഉദ്ദേശ്യം. അറേബ്യയെ ആക്രമിക്കാൻ റോമാ സാമ്രാജ്യം ഒരുക്കം കൂട്ടുന്നതായുള്ള റിപ്പോർട്ടുകൾ മദീനയിൽ എത്തിക്കൊണ്ടിരിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ നബി തിരുമേനി തബൂക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തത് ഈ സന്ദർഭത്തിലായിരുന്നു. അബൂ ആമിറിന്റെ ഗൂഢതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മദീന മുനാഫിക്കുകളിൽ ഒരു വിഭാഗമുണ്ടായിരുന്നു. തന്റെ മതസ്വാധീനം ഉപയോഗപ്പെടുത്തി റോമാ ചക്രവർത്തിയിൽ നിന്നും ഉത്തര അറേബ്യയിലെ ക്രൈസ്തവ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിനെതിരെ സൈനിക സഹായം നേടാനുള്ള പരിപാടിയിലും ഇക്കൂട്ടർ പങ്കാളികളായിരുന്നു. റോമിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹവും മുനാഫിക്കുകളുമായി മദീനയിൽ തങ്ങൾക്ക് പ്രത്യേകമായൊരു പള്ളിയുണ്ടാക്കണമെന്ന് തീരുമാനമെടുത്തു. സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് മാറി കപടവിശ്വാസികൾ സ്വന്തമായി സംഘടിക്കുകയും മതത്തിന്റെ പരിവേഷം ചാർത്തി അവരെ എളുപ്പം തിരിച്ചറിയപ്പെടാതിരിക്കുകയുമായിരുന്നു ഇതുകൊണ്ടുദ്ദേശിച്ചത്. മുനാഫിക്കുകൾക്ക് സംഘടിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരിടം മാത്രമായിരുന്നില്ല പ്രസ്തുത പള്ളി. അബൂ ആമിറിൽ നിന്ന് വാർത്തകളും മാർഗനിർദ്ദേശങ്ങളുമായി വരുന്ന ഏജന്റുമാർക്കും ചാരന്മാർക്കും ഫക്കീർ, മുസാഫിർ എന്ന ലേബലിൽ സംശയം തോന്നിക്കാതെ താമസിക്കാനുള്ള ഒരു താവളവുമായിരുന്നു അത്. ഇവിടെ ഓതിവച്ച സൂക്തങ്ങളിൽ പരാമർശിച്ച പള്ളി നിർമ്മാണത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢോദ്ദേശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. മദീനയിൽ അപ്പോൾ 2 പള്ളികളാണുണ്ടായിരുന്നത്. ഒന്ന് പട്ടണപ്രാന്തത്തിലെ മസ്ജിദ് ഖുബ, മറ്റേത് പട്ടണത്തിൽ തന്നെയുള്ള മസ്ജിദുൻ നബവി. ഈ 2 പള്ളികളുള്ളപ്പോൾ മൂന്നാമതൊന്നിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ആവശ്യവും അനാവശ്യവും നോക്കാതെ പുണ്യം നേടാൻ മാത്രം പള്ളികളുടെ പേരിൽ കണ്ടമാനം കെട്ടിടം പണിയുന്ന വിഡ്ഢിത്തപരമായ മതഭക്തി പ്രകടനത്തിന്റെ കാലമായിരുന്നില്ല അത്. ആ സ്ഥിതിക്ക് ഒരു പുതിയ പള്ളി ഉണ്ടാക്കുക എന്നാൽ മുസ്ലിം സമാജത്തിൽ പിളർപ്പുണ്ടാക്കുന്നതിന് തുല്യമായിരുന്നു. ആരോഗ്യകരമായ ഒരു ഇസ്ലാമിക സംഘടന ഒരിക്കലും അത് പൊറുപ്പിക്കുകയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ തങ്ങൾക്കായി പുതിയൊരു പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പേ അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കപടവിശ്വാസികൾ നിർബന്ധിതരായി. അങ്ങനെ അവർ തിരുമേനിയുടെ സന്നിധിയിൽ പള്ളി നിർമ്മാണത്തിന്റെ ആവശ്യകത ഇപ്രകാരം ബോധിപ്പിച്ചു: മഴക്കാലത്തും ശൈത്യമുള്ള രാത്രികളിലും നിലവിലുള്ള പള്ളികളിൽ 5 നേരത്തെ നമസ്കാരത്തിന് വന്നുചേരാൻ അകലെ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക്, വിശിഷ്യ ദുർബലർക്കും രോഗികൾക്കും വളരെ വിഷമമാണ്. അതിനാൽ നമസ്കാരത്തിന്റെ സൗകര്യം മാത്രം പരിഗണിച്ച് ഞങ്ങൾ ഒരു പുതിയ പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സതുദ്ദേശങ്ങളുടെ മറവിൽ മസ്ജിദുൽ ഇറാർ പണി കഴിഞ്ഞപ്പോൾ നബി തിരുമേനി തന്നെ നമസ്കാരം നടത്തി പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുക്കണമെന്ന് കപടന്മാർ ആവശ്യപ്പെട്ടു. എന്നാൽ തിരുമേനി ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. അവിടുന്ന് പ്രതിവചിച്ചു: ഇപ്പോൾ ഞാൻ യുദ്ധസന്നാഹത്തിൽ വ്യാപൃതനാണ്. ഒരു വലിയ സംരംഭമാണ് മുന്നിലിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു വന്നാൽ നോക്കാം. അനന്തരം നബി തിരുമേനി തബൂക്കിലേക്ക് യാത്രയായി. തിരുമേനിയുടെ അഭാവത്തിൽ ഇക്കൂട്ടർ ഇതേ പള്ളിയിൽ തങ്ങളുടെ ഗൂഢപ്രവർത്തനങ്ങളിൽ മുഴുകി. എത്രത്തോളമെന്നാൽ റോമക്കാരുടെ കൈയാൽ മുസ്ലിം ശക്തി തകർക്കപ്പെടുന്ന അതേ നിമിഷം മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ ശിരസിൽ രാജകിരീടം അണിയിക്കാൻ വരെ തീരുമാനിക്കപ്പെട്ടു. എന്നാൽ തബൂക്ക് സംഭവം അവരുടെ എല്ലാ പ്രതീക്ഷകളെയും വെള്ളത്തിലാക്കുകയാണുണ്ടായത്. തബൂക്കിൽ നിന്നുള്ള മടക്കവേളയിൽ നബി തിരുമേനി മദീനയ്ക്കടുത്ത് ദി അവാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ ഖുർആൻ വചനങ്ങൾ അവതരിക്കുകയുണ്ടായി. തിരുമേനി മദീനയിൽ പ്രവേശിക്കുന്നതിനു മുമ്പായി മസ്ജിദുൽ ഇറാർ തകർത്തുകളയാൻ അപ്പോൾ തന്നെ ഏതാനും പേരെ അയക്കുകയും ചെയ്തു.
أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين. എന്തു തോന്നുന്നു? ദൈവത്തോടുള്ള ഭക്തിയിലും സംതൃപ്തിയിലും തന്റെ കെട്ടിടത്തിന് അസ്ഥിവാരമിട്ടവനാണോ ഉത്തമൻ? അതല്ല, അടിമണ്ണിളകി തകർന്നു വീഴാൻ പോകുന്ന മണൽത്തട്ടിന്റെ വക്കിൽ കെട്ടിടം പണിയുകയും അങ്ങനെ അവനെയും കൊണ്ട് അത് നേരെ നരകാഗ്നിയിൽ വീഴുകയും ചെയ്തവനോ? ഇത്തരം ധിക്കാരികളായ ജനത്തിന് അല്ലാഹു ഒരിക്കലും നേർവഴി കാണിക്കുന്നില്ല. ആയത്തിൽ പരാമർശിക്കപ്പെട്ട ജുറുഫ് എന്ന പ്രയോഗം അറബി ഭാഷയിൽ നദിയുടെയോ മറ്റോ വക്കിൽ അടിമണ്ണെല്ലാം വെള്ളം കാർന്നെടുത്ത ശേഷം മുകളിൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മൺതിട്ടയാണ്. ദൈവത്തോടുള്ള അവഗണനയുടെയും ധിക്കാരത്തിന്റെയും അസ്ഥിവാരത്തിൽ തങ്ങളുടെ കർമ്മങ്ങൾ കെട്ടിപ്പടുത്തവരുടെ ജീവിത ശൈലിയെയാണ് ഇവിടെ ഉള്ളുപൊള്ളയായി അടിയുറപ്പില്ലാത്ത മൺതിട്ടയോട് ഉപമിച്ചിരിക്കുന്നത്. നിസ്തുലമായൊരു ഉപമാലങ്കാരമാണിത്. ഇതിലും ഭംഗിയായി ആ സ്ഥിതിവിശേഷത്തെ വരച്ചു കാട്ടുക സാധ്യമല്ല. ഇതിന്റെ പൂർണ്ണമായ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം: വിശ്വാസിയോ അവിശ്വാസിയോ കപടവിശ്വാസിയോ സദ്വൃത്തനോ ദുർവൃത്തനോ ആരായാലും അവരെല്ലാം ഐഹിക ജീവിതത്തിൽ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് ജീവിതത്തിന്റെ ഉപരിതലത്തിലാണ്. ലോകത്തുള്ള എല്ലാ കെട്ടിടങ്ങളും പടുത്തുയർത്തുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണെന്ന പോലെ. പക്ഷേ ഈ ഉപരിഭാഗത്തിന് സ്വന്തമായി ഒരു ഉറപ്പുമില്ല. ഉറച്ച അടിമണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ ഉറപ്പും ഭദ്രതയും. നീരൊഴുക്കിൽ അടിമണ്ണൊലിച്ചുപോയ മൺതിട്ടയിലാണ് അജ്ഞനായ മനുഷ്യൻ ബാഹ്യാവസ്ഥയിൽ വഞ്ചിതനായി വീട് വെക്കുന്നതെങ്കിൽ അവനും അവന്റെ വീടും വീണ് തകർന്നതു തന്നെ. മാത്രമല്ല, അടിയുറപ്പില്ലാത്ത അസ്ഥിവാരത്തിൽ വിശ്വാസമർപ്പിച്ച് സ്വഭവനത്തിൽ ശേഖരിച്ചുവെച്ച ജീവിത സമ്പാദ്യമത്രയും തന്നോടൊപ്പം നശിച്ചു പോകും. തികച്ചും ഇതുപോലെയാണ് ഐഹിക ജീവിതത്തിന്റെ ബാഹ്യവശവും. അതിന്മേലാണല്ലോ ഓരോരുത്തരും അവരവരുടെ ജീവിത സൗധം പണിതീർക്കുന്നത്. ഈ ബാഹ്യവശത്തിന് സ്വന്തമായി ഒരു ഉറപ്പുമില്ല. അതിന്റെ ശക്തിയും ഭദ്രതയും സ്ഥിതി ചെയ്യുന്നത് അതിനടിയിലുള്ള ദൈവവിശ്വാസത്തിന്റെയും ദൈവസാന്നിധ്യത്തിലെ ഉത്തരവാദ ബോധത്തിന്റെയും ദൈവിക സംപ്രീതി പിന്തുടരുന്നതിന്റേതുമായ ഉറച്ച പാറകളെ ആശ്രയിച്ചാണ്. എന്നാൽ ഐഹിക ജീവിതത്തിന്റെ ബാഹ്യതലത്തെ മാത്രം ആസ്പദമാക്കി ദൈവഭയമില്ലാതെ ദൈവിക താൽപര്യങ്ങളെ അവഗണിച്ച് ജീവിക്കുന്ന വിഡ്ഢിയായ മനുഷ്യൻ യഥാർത്ഥത്തിൽ തന്റെ ജീവിത സൗധത്തിന്റെ അസ്ഥിവാരത്തെ സ്വയം തുരന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പരിണാമമാകട്ടെ മുമ്പ് സൂചിപ്പിച്ചതല്ലാതെ മറ്റൊന്നാവാൻ നിർവാഹമില്ല. അതെ, ഒരാൾ തന്റെ ആയുഷ്കാല സമ്പാദ്യമെല്ലാം സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന അസ്ഥിവാരമില്ലാത്ത മേൽത്തട്ട് ഒരു നാൾ പെട്ടെന്ന് നിലംപരിശാകും. മാത്രമല്ല, അയാളും അയാളുടെ ജീവിത സമ്പാദ്യവും വിനാശത്തിന്റെ പ്രവാഹത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യും. ലാ യഹ്ദി, അതായത് നേർവഴി കാണിക്കുന്നില്ല എന്നാൽ മനുഷ്യനെ യഥാർത്ഥ വിജയത്തിലെത്തിക്കുന്ന വഴി കാണിക്കില്ല എന്നാണ് ഉദ്ദേശം. لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم. അവർ പടുത്തുയർത്തിയ ഈ കെട്ടിടം അവരുടെ ഹൃദയങ്ങളിൽ എന്നും സംശയം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഹൃദയങ്ങൾ ശിഥിലമാവുകയെന്നല്ലാതെ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അല്ലാഹു അഗാധജ്ഞാനമുള്ളവനും യുക്തിമാനുമാകുന്നു. അതായത്, കപടവിശ്വാസികൾ ചതിയും കുതന്ത്രവും മുഖേന മഹാപാതകമാണ് ചെയ്തിരിക്കുന്നത്. അതവരുടെ ഹൃദയങ്ങൾക്ക് സത്യവിശ്വാസം ഉൾക്കൊള്ളാനുള്ള യോഗ്യത എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വാസമാകുന്ന രോഗം അവരുടെ ഹൃദയത്തിന്റെ ഓരോ തന്തുവിനെയും ഗ്രസിച്ചിരിക്കുന്നു. അവരുള്ളയിടത്തോളം ആ രോഗവും നിലനിൽക്കും. ഒരുവൻ അല്ലാഹുവെ ധിക്കരിച്ച് പരസ്യമായി വിഗ്രഹാലയമുണ്ടാക്കുകയോ ദൈവിക ദീനിനെതിരെ സമരോത്സുകനായി വാളും കുന്തവും ഏന്തുകയോ ചെയ്യുന്നുവെന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവൻ വല്ലപ്പോഴും സന്മാർഗിയാവുക അസംഭവ്യമല്ല. എന്തെന്നാൽ
അവനിൽ സത്യസന്ധത, ആത്മാർത്ഥത, ധാർമ്മിക ധൈര്യം എന്നീ മൂല്യങ്ങൾ മൗലികമായി നിലനിൽക്കുന്നുണ്ട്. അസത്യത്തിനെന്ന പോലെ ഒരിക്കൽ സത്യപ്രസ്ഥാനത്തിനും അതുപകരിച്ചേക്കാം. എന്നാൽ ഭീരുവും കപടനും സൂത്രശാലിയുമായ മനുഷ്യൻ കുഫ്റിനു വേണ്ടി പള്ളി നിർമ്മിക്കുകയും ദൈവിക ദീനിനെതിരെയുള്ള സമരത്തിന് ദൈവഭക്തിയുടെ മൂടുപടം അണിയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: അയാളുടെ സ്വഭാവഗുണത്തെ കാപട്യമാകുന്ന ചിതൽ തിന്നു മുടിച്ചിരിക്കുന്നു. പിന്നെ നിഷ്കളങ്ക വിശ്വാസത്തിന്റെ ഭാരം വഹിക്കാനുള്ള കെൽപ്പ് അവനിൽ എങ്ങനെ അവശേഷിക്കാനാണ്?